ഇപ്പോൾ ഞങ്ങളുടെ ഒരു അതിഥി എന്ന് പറയുന്നത് കണ്ടങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഹിന്ദി സ്പീച്ചിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആര്യ. ആര്യ എന്ന് പറയുമ്പോൾ പണ്ട് അല്ലു അർജുന്റെ ഒരു സിനിമയുടെ പേരല്ലേ ആര്യ? അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ സിനിമ കാണാറില്ല. നമ്മൾ പൊതുവെ ചിലപ്പോഴെങ്കിലും കുട്ടികൾ ടി വി കാണുന്ന സമയത്ത് അച്ഛനമ്മമാരൊക്കെ വല്ലാതെ വഴക്ക് പറയും. നീ എന്തിനാ ഇങ്ങനെ ടി വി കാണണേ, ഉള്ള സമയത്ത് നിനക്ക് പഠിച്ചൂടെ 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 എന്ന് പറയുന്നത് പൊതുവെ സ്വാഭാവികമാണ്. ചിലപ്പോഴെങ്കിലും കുട്ടികൾ ഈ ടി വി കാണുന്ന സമയത്ത് അതിൽ നിന്നും ചിലത് അല്ലെങ്കിൽ അതെന്തും ആയിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, വാർത്തകളായിക്കോട്ടെ, കാർട്ടൂൺ ആയിക്കോട്ടെ, അതിൽ നിന്നും ചില കുട്ടികളൊക്കെ സ്വായത്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ മാതാപിതാക്കൾ അത് മനസ്സിലാക്കണമെന്നില്ല. ചിലപ്പോൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളോട് പറയും അല്ലെങ്കിൽ മകനോട് പറയും, എന്തിനാ നീ ഇങ്ങനെ കാർട്ടൂൺ കാണുന്ന, സമയം കളയാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് എന്തെങ്കിലും വെച്ച് പഠിക്കുക അല്ലെങ്കിൽ വീട്ടുജോലി എന്തെങ്കിലും ചെയ്യുന്നു പറയും. അങ്ങനെ ചിലപ്പോഴെങ്കിലും ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ കാർട്ടൂണിനെ, ഹിന്ദി കാർട്ടൂണിനെ ഒരുപാട് സ്നേഹിച്ച ഒരു കൂട്ടുകാരിയാണ് ആര്യ. യെസ് ഓർ നോ? യെസ്. ഓക്കെ. കാർട്ടൂണാണ് കൂടുതൽ കണ്ടത്, പ്രത്യേകിച്ചും കണ്ടത് ഹിന്ദി കാർട്ടൂണുകളാണ്. ഓക്കെ. അതിലൂടെ വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങുന്ന മുമ്പ് തന്നെ ശരിക്കും ഹിന്ദി എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നീട് ഹിന്ദി ഒരുപാട് സ്നേഹിച്ചു. ഇപ്പോഴും കാർട്ടൂൺ കാണാറുണ്ടോ? ഹിന്ദി കാർട്ടൂൺ അയ്യടാ, ഇപ്പോഴും കാണുന്നുണ്ട് ഹിന്ദി കാർട്ടൂൺ. അതിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. ഇനി വീട്ടിൽ നിന്ന് ആര് പറഞ്ഞാൽ അത് ഒഴിവാക്കത്തുമില്ല. അല്ലെ, ഹിന്ദി കാർട്ടൂൺ കണ്ടത് കൊണ്ടാണല്ലോ ഇപ്പോ അല്ലെ ഹിന്ദി സ്പീച്ചിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്നത്. അതാ നേരത്തെ പറഞ്ഞത് ഊർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുട്ടികളിങ്ങനെ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. കാരണം അതിൽ നിന്നും പലതും കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. പറ, എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിയിട്ട്? 13 പേരുണ്ട്. ഈ 13 പേരെ അവിടുന്ന് പരിചയപ്പെട്ടോ? ഇല്ല, എല്ലാരും ഇല്ല. 2-3 അവരോട് ചോദിച്ചോ നിങ്ങളും ഹിന്ദി കാർട്ടൂൺ കാണാറുണ്ടായിരുന്നു? രണ്ടുപേര് ഹിന്ദി കാർട്ടൂൺ കാണാറുണ്ട്. അപ്പൊ കൂടുതലും മനസ്സിലായിക്കോ, ഹിന്ദി സ്പീച്ചുമായി ബന്ധപ്പെട്ട് മത്സരത്തിന് വരുന്നവർ ഹിന്ദി കാർട്ടൂൺ കാണുന്നവരായിരിക്കും അല്ലേ? അപ്പൊ അവര് പറഞ്ഞു ഹിന്ദി കാർട്ടൂൺ കാണാറുണ്ടെന്ന് പറഞ്ഞു. ശരി, താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന, ആര്യക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള, ശാസ്ത്രത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പുതിയ, അല്ലെ? അത് ജസ്റ്റ് ഒരു 10 മിനിറ്റോ 15 മുമ്പാണോ ഈ വിഷയം കിട്ടുന്നതെന്ന് പറഞ്ഞു? 5 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഈ വിഷയം കിട്ടുന്നത്. അപ്പോ ഈ ടെക്നോളജിയെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ചിലപ്പോൾ ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, വാക്കെന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം സാറിൻ്റെതാണ്. അതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. പക്ഷെ മോൾക്ക് കിട്ടിയിരിക്കുന്നത് AI കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു വിഷയത്തായിരുന്നു. ഓക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നോ, വായിച്ചിട്ടുണ്ടായിരുന്നോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഞാൻ അതില് പണ്ട് അത് വന്ന ഒരു ഏകദേശം എല്ലാരും അറിയുന്ന കാലം തൊട്ടേ ഞാനത് എന്താണെന്ന് അറിയാൻ പണ്ടേ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയുന്നത്. ഇവിടെ വരുന്നവരെ ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. ഇല്ല, മനസ്സിലുണ്ടായിരുന്ന ടോപ്പിക് ഏതായിരുന്നു? കുറച്ചും കൂടി ഇതിനേക്കാൾ ഇപ്പൊ വന്നല്ലോ, ഈ ഒരു വിഷയം വന്നു, കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്ന വിഷയം ഏതാണ്? അത് വുമൻസ് വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം. അതിൽ കൂടുതൽ എഴുതാൻ സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ. ഈ നമ്മുടെ വായനാശീലം എങ്ങനെയാണ്? കൂടുതൽ ഞാൻ സ്വതവേ ഇംഗ്ലീഷ് ബുക്സിനോട് താല്പര്യം കാണിക്കും, കൂടുതൽ താല്പര്യമുണ്ട്. നമ്മുടെ ഈ പണ്ട് വീട്ടിൽ മുത്തശ്ശന്മാരൊക്കെ, അച്ചാച്ചന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ പണ്ട് ചെറുപ്പകാലത്തിൽ, നമ്മളൊക്കെ ചെറുതിൽ പത്രങ്ങളൊക്കെ ഉറക്കെ വായിക്കാൻ പറയും. അത് നമുക്കറിയാമെന്നറിയില്ല. വീട്ടിൽ ഇരുത്തി എന്ന് പറയും. വീടിന്റെ മുന്നിലിരിക്കുന്ന ഒരു ഭാഗമാണ് ഇരുത്തി. ഈ ഭാഗത്ത് അങ്ങനെയാണ് പറയാം. ഓക്കെ. അപ്പൊ ഇരുത്തിയില് അച്ചാച്ചൻ ഇങ്ങേ സൈഡിലിരിക്കും. അങ്ങറ്റത്ത് നമ്മളെ കൊണ്ട് ഒരു പത്രം, ഏത് പത്രം ആയിക്കോട്ടെ, അത് പത്രം ഉറക്കെ വായിക്കാൻ പറയും. അപ്പൊ നമ്മൾ അന്ന് വിചാരിക്കും, ഈ അച്ചാച്ചൻ എന്താ വല്ല ഭ്രാന്താണോ, അത് അച്ചാച്ചനങ്ങ് വായിച്ചാൽ പോരെ, നമ്മൾ ചിന്തിക്കും. അന്ന് ഉറക്കെ വായിക്കാൻ പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പിലെടുക്കുക, ഫുൾ സ്റ്റോപ്പ് ഇടാനും കോമയിലെടുക്കുക, ആ ഒരു സ്റ്റൈല് കൊടുക്കുവാനും, സ്പെഷ്യലി വരുന്ന വാക്കുകൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയാനൊക്കെ നമ്മൾ പഠിച്ചത് അവരുടെ ഒരു കാലഘട്ടത്താണ്. പക്ഷെ അത് കാലഘട്ടം മാറുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പത്രം, ഇംഗ്ലീഷ് പത്രമാണ് കൂടുതലായിട്ടും വായിക്കുന്നതും. ഞാൻ പത്രം അങ്ങനെ വായിച്ചിട്ടില്ല. ഈ ഓൺലൈൻ സംവിധാനങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഈ സോഷ്യൽ മീഡിയ പോലുള്ള വളരെ സപ്പോർട്ടീവാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പെട്ടെന്ന് ഇത് വരുന്നുണ്ട് എന്ന് എനിക്ക് സ്പീച്ചിന് വരണമെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഗൂഗിളിലാണ് ടോപ്പിക്സ് ഏതായിരിക്കും ഇപ്പൊ റെലവെന്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്സ് ഏതാണെന്ന് നോക്കിയതൊക്കെ ഗൂഗിളിൽ തന്നെയാണ്. മോൾ എഴുതിയ പോസിറ്റീവ്, മറ്റവർ എഴുതിയൊരു നെഗറ്റീവ് നന്നായിട്ട് എഴുതിയത് കൊണ്ടാണല്ലോ മോൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അതിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? മോൾ എഴുതിയതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് എന്താണ്? മീൻസ് ജഡ്ജ്മെന്റ് നടത്തിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ
അങ്ങനെയാണ് അന്ന് തോന്നിയ ഒരു വിഷയം എന്തായിരുന്നു അതിലുള്ള ഒരു പ്രധാനപ്പെട്ട അത് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞിരുന്നു. കാരണം പുറത്ത്, അതായത് നമ്മളെ ഇന്ത്യക്കാരെ കുറിച്ച് പുറത്ത് പൊതുവെ പറയലെന്ന് പറയുന്നത് അത്ര കഴിവില്ലാത്തവരായിട്ടാണ് കാണിക്കുന്നത്. അതെ, ഹോളിവുഡ്സിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മളെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് മാറ്റാൻ നമ്മളെ സഹായിച്ചത് ഈ ടെക്നോളജിയാണ്. ഈ ചന്ദ്രയാൻ പോലുള്ള മിഷൻസ് കാരണമാണ് നമ്മളുടെ ഇന്ത്യ ഒരിക്കലും പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത്. അത് ഈ കൊറോണക്ക് ശേഷം എല്ലാവരും പിന്നോട്ട് പോകുന്ന ടൈമിൽ നമ്മളുടെ ഇന്ത്യ ഈ കൊറോണയിൽ നിന്നാണ് പലതും പഠിച്ച് ഈ ടെക്നോളജിയെ വലുതാക്കാൻ സഹായിച്ചത് ഈ കൊറോണയാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ചൈനീസ് പ്രൊഡക്റ്റുകളൊക്കെ പലപ്പോഴും നിരോധിച്ചിട്ടെങ്കിലും ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നും മറ്റുള്ളതൊക്കെ മാറ്റി വെച്ചേക്കാം. കൊറോണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചൈനീസിൻ്റെ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ജപ്പാനീസ്, ചൈനീസ് ഇവരുടെയൊക്കെ ചിന്താഗതികളും ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. ഇപ്പോൾ ചില പ്രൊഡക്റ്റുകളൊക്കെ അത് നിരോധിച്ചേക്കാം, എങ്കിൽ കൂടി അവരിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, ടെക്നോളജി മോൾക്ക് എന്താണ് അംബീഷൻ, എന്താണ്? ഇപ്പോൾ +2 ആണ് +1 ആണ്? +2 എടുത്തിരിക്കുന്നത് സയൻസ് ആണ്. യാതൊരുവിധ മീൻസ് ടെക്നോളജിയും ഇലക്ട്രോണിക് അങ്ങനെ ഒരു ടെക്നോളജിയും സയൻസും എന്ന് പറയുന്നത് രണ്ട് സ്റ്റൈലിലേക്ക് പോകുന്നതാണ്. എന്തുകൊണ്ടാണ് സയൻസ് തിരഞ്ഞെടുത്തത്? കാരണം എനിക്കൊരു എഞ്ചിനീയർ ആവാനാണ് താല്പര്യം. ആരാവാനാണ്? എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് താല്പര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിൽ നിന്ന് ആദ്യം 10ാം ക്ലാസ് കഴിഞ്ഞേരം ഞാൻ ഈ കാർട്ടൂൺ കാണുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു? പറഞ്ഞു. കേബിൾ വരെ ഒഴിവാക്കി? ഇല്ല, കേബിൾ ഒഴിവാക്കാൻ ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു കേബിൾ ഒഴിവാക്കിയാൽ ഞാൻ പഠിക്കൂല. കാരണം എനിക്ക് കാർട്ടൂണിലൂടെ എനിക്കൊരു എന്റർടൈൻമെന്റ്, റെസ്റ്റിംഗ് പറയുന്നത് എനിക്ക് കാർട്ടൂൺ തന്നെയാണ്. അന്നേരം പിന്നെ ചെറിയ പ്രശ്നമാണെന്നുള്ളത് അവർക്ക് വീട്ടുകാർക്ക് മനസ്സിലായി. ആരാ കൂടുതൽ സപ്പോർട്ട് തന്നത്? അച്ഛനാണ് സപ്പോർട്ട് തന്നത്. അച്ഛൻ പറഞ്ഞ സാറില്ല, അവക്ക് കാണണമെങ്കിൽ കാണാൻ വിട്ടേക്ക്. മത്സരം കഴിഞ്ഞ് വിധി വന്നു, വിജയിച്ചു. അഹങ്കാരത്തോടു കൂടി നോക്കിയോ അവരുടെ മുഖത്തേക്ക്? ചെറുതായിട്ട് വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം എല്ലാരും ഇങ്ങനെ നിർത്തിയതിനു ശേഷം അല്ലേ ഒരു നോട്ടം നോക്കണം എന്തായാലും അല്ലേ? കാരണം ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഞാൻ അതാ പറഞ്ഞത്. കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്തെ പഴയ കാലമല്ല, കാരണം അവര് ഒരുപാട് കാര്യങ്ങൾ ഓരോ ചെറിയ കാര്യത്തിന് പോലെ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ എന്താ ചെയ്യാന്ന് പറയാം, അത് ആദ്യം പൊളിക്കാണ് ചെയ്യുക. അവർക്ക് കളിക്കാനൊരു സമയമില്ല, അത് ആദ്യം പൊളിച്ച് പിന്നെ ഇത് എങ്ങനെയാണ് റീഫിറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇപ്പം പണ്ട് നമ്മളിത് ഇതെടുത്ത് അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് കറക്കുന്ന ഒരു സ്റ്റൈൽ നമ്മൾ ഭയങ്കരമാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. വളരെ നന്നായിട്ട്. ഈ മത്സരം മാത്രമേ ഉള്ളൂ? ഹിന്ദി സ്പീച്ച് മാത്രമേ ഉള്ളൂ? അതെ, ഞാൻ അതിനെ കൂടി. ഓക്കെ, ഇനി എല്ലാ മത്സരത്തിനും ഓരോ ഇതുപോലുള്ള സംഭവങ്ങൾ, സംവിധാനങ്ങൾ ചാനലിൽ വരണം അല്ലേ? ശരിയേ. അപ്പോൾ കണ്ടങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. കണ്ടങ്ങാളിയിലെ മറ്റ് മത്സരാർത്ഥികളൊക്കെ വിജയിച്ചു വന്നവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. രാജുമാഷ പോലെയുള്ള ഒരുപാട് താരങ്ങളുള്ള വിദ്യാലയമാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് അറിയുന്ന ഒരുപാട് അധ്യാപകരുള്ള ഒരു വിദ്യാലയമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പ്ലാനിങ്, എന്തൊക്കെയാണ് ഇനി സംസ്ഥാനം ഇനി കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് ഫുൾ പഠനം മാറ്റി വെച്ചിട്ട് ഇനി കാർട്ടൂൺ തന്നെ കാണുവാണോ സംസ്ഥാനത്തിലേക്കുള്ള മത്സരത്തിന് വേണ്ടിയിട്ട്? ഞാൻ എല്ലാ ദിവസവും മീൻസ് ഒരു അരമണിക്കൂർ അത് കാണും. അതുകൊണ്ട് പിന്നെ ഇനിയും അത് തുടരും. അത്രേ ഉള്ളൂ. ശരി, അപ്പം പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കേട്ടോ. നല്ലൊരു ഭാവിയുണ്ട്. ടെക്നോളജി താങ്കളുടെ എന്താ പറയുക, ഒരുപാട് ടെക്നോളജിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.